എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭാഗ്യരേഖ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഹാരിസ്. ജനനതീയതി പ്രകാരം നിങ്ങൾക്ക് വലിയ വിജയവും ബിസിനസ് ലാഭവും തരുന്ന കരിയറും ബിസിനസ്സും ഏതൊക്കെയാണെന്ന് നോക്കുന്ന പ്രത്യേക പരമ്പരയിലെ 6ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നോക്കാൻ പോകുന്നത് ഏതൊരു മാസത്തിലും 6, 15, 24 തീയതികളിൽ ജനിച്ച ഭാഗ്യസംഖ്യ 6 നമ്പറായി വരുന്നവരുടെ കരിയറിനെ കുറിച്ചാണ്. സംഖ്യാശാസ്ത്രത്തിൽ സൗന്ദര്യത്തിൻ്റെയും പ്രശസ്തിയുടെയും നമ്പറായ 6ൻ്റെ ആളുകൾക്ക് മികച്ച വിജയം തരുന്ന ബിസിനസ്സുകൾ ഏതൊക്കെയാണ്, അവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് നോക്കാം. 6ൻ്റെ സവിശേഷതകളും ബിസിനസ് വിജയവും. സുഹൃത്തുക്കളെ, സംഖ്യാശാസ്ത്രത്തിൽ 6ാം നമ്പറിനെ നയിക്കുന്നത് ആഡംബരത്തിൻ്റെയും കലയുടെയും പ്രണയത്തിൻ്റെയും പ്രതീകമായ ശുക്രനാണ്. അതുകൊണ്ട് തന്നെ 6ാം സംഖ്യയിൽ ജനിച്ചവർക്ക് ഭംഗിയുള്ള കാര്യങ്ങളോടും കലയോടും വലിയ താല്പര്യമായിരിക്കും. ആളുകളെ വളരെ പെട്ടെന്ന് ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക മാഗ്നറ്റ് പവർ ഇവർക്കുണ്ടായിരിക്കും. ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും കാര്യങ്ങൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കാനും ഇവർ മിടുക്കരായിരിക്കും. 6ാം നമ്പറുകാർക്ക് ഭാഗ്യം തരുന്ന തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫാഷനും സൗന്ദര്യവും. ശുക്രൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ ഫാഷൻ ഡിസൈനിങ്, ടെക്സ്റ്റൈൽസ്, ഇമിറ്റേഷൻ ജ്വല്ലറി, ബ്യൂട്ടി പാർലറുകൾ, കോസ്മെറ്റിക് ബിസിനസ് എന്നിവയിൽ ഇവർക്ക് വൻ വിജയവും സാമ്പത്തിക ലാഭവും നേടാം. 2. കലയും വിനോദവും. സിനിമ, നാടകം, മീഡിയ, ഫോട്ടോഗ്രാഫി, ഇൻറ്റീരിയർ ഡിസൈനിങ്, ആർക്കിടെക്ചർ തുടങ്ങിയ സർഗാത്മകമായ മേഖലകളിൽ ഇവർക്ക് വലിയ പ്രശസ്തി ലഭിക്കും. 3. ഹോസ്പിറ്റാലിറ്റിയും ഭക്ഷണവും. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, കാറ്ററിംഗ് സർവീസ്, ബേക്കറി ബിസിനസ്, ലക്ഷറി റിസോർട്ടുകൾ എന്നിവയും 6ാം സംഖ്യക്കാർക്ക് മികച്ച വിജയം നൽകുന്ന മേഖലകളാണ്. പുതിയ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ 6ാം സംഖ്യക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 6ാം നമ്പറുകാർ ഒരു പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ആഡംബരത്തോടുള്ള നിങ്ങളുടെ താല്പര്യം കാരണം ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഓഫീസ് സെറ്റപ്പുകൾക്കും അലങ്കാരങ്ങൾക്കുമായി അനാവശ്യമായി വലിയ തുക ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. അത് നിയന്ത്രിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ നിങ്ങൾ അമിതമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ബിസിനസ്സിൽ നിങ്ങളെ പറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ കരാറുകളും കണക്കുകളും സൂക്ഷിക്കുന്നത് വഴി വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ 6ാം നമ്പർ ഭാഗ്യസംഖ്യയായി വരുന്നവർ നിങ്ങളുടെ ജീവിതവുമായി ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ഒത്തുപോകുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 7ാം സംഖ്യയിൽ, അതായത് 7, 16, 25 തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യ ജോലികളെക്കുറിച്ചുള്ള 7ാമത്തെ എപ്പിസോഡാണ്. കേതുവിൻ്റെ സ്വാധീനമുള്ള ആഴത്തിൽ ചിന്തിക്കുന്ന ഈ നമ്പറുകാർക്ക് പറ്റിയ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നാളെ നോക്കാം. അത് കാണാനായി നമ്മുടെ ഈ ഭാഗ്യരേഖ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.